പേഷ്യൻസിന്റെ ഫാമിലി കൂടി ഉണ്ടാക്കിയ ഒരു ഫൗണ്ടേഷനാണ് ക്യാൻകർ ഇന്ത്യ ഫൗണ്ടേഷൻ. നമ്മൾ ഡൽഹിയിൽ എല്ലാ ആഴ്ചയും എല്ലാ സൺഡേയും നമ്മൾ 150ഓളം പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യും. അവിടുത്തെ മലയാളികൾ, കിടപ്പിലായ മലയാളികളുടെ വീട്ടിൽ പോയി സന്ദർശിച്ച് അവർ ട്രീറ്റ്മെന്റ് സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ 4 കൊല്ലമായിട്ട്. അതിന്റെ ഒപ്പം തന്നെ 2023 നമ്മളെ ഇവിടെ പഠിച്ച് ജാമ്യയിൽ പഠിച്ചിരുന്ന കുട്ടി അസറു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല, പരിചയം ഉണ്ടെന്ന് അറിയില്ല. ഡൽഹിയിൽ വന്ന ആർക്കും സഹായം ഒരു ചോദ്യം തന്നെ ചോദിക്കാതെ സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അവന് ഒരു ഇൻഫെക്ഷൻ കാരണം മരണപ്പെട്ടു. ആ മരണത്തിന് ശേഷമാണ് നമ്മൾ ഫൗണ്ടേഷന് കുട്ടികളിടയ്ക്ക് ഇറങ്ങിച്ചെന്ന് അവരെ പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ച് എന്ത് മെഡിക്കൽ കേസ് ഉണ്ടെങ്കിലും നമ്മൾ ഇറങ്ങിച്ചെന്ന് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഫൗണ്ടേഷനിൽ ഇപ്പം കുറെ ഡോക്ടർമാര്, വക്കീലന്മാര്, സ്റ്റുഡൻസ് ഒക്കെ കൂടി ഒരു സന്നദ്ധ സംഘടനയായിട്ട് മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെ പേഷ്യൻസിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് നാട്ടിൽ ക്യാൻസർ ബോധവൽക്കരണം നടത്തണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് ഇവിടെ നമ്മൾ വന്നത്. കഴിഞ്ഞ മാസം ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് ആയിരുന്നു. അതിനനുബന്ധിച്ചായിരുന്നു നമ്മൾ ഈ പരിപാടി തുടങ്ങിയത്. കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയായിട്ട് ചേർന്നിട്ട് 100% ക്യാൻസർ ലിറ്ററസി ഉള്ള ഒരു ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി ആയിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയത്. ടിപ്പിക്കലി ക്യാൻസർ അവയർനെസ് ക്ലാസ് എടുക്കാന്നുണ്ടെങ്കിൽ വന്നിട്ട് ബ്രസ്റ്റ് ക്യാൻസർ എന്തുകൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ എൻഡോമെട്രിയൽ ക്യാൻസർ എന്തുകൊണ്ട് വരുന്നത്, അങ്ങനെ പറഞ്ഞു പോവുകയായിരിക്കും ചെയ്യാം. ഇത്തവണ വീട്ടിലത്തെ ഡിഫറെന്റ് സ്ട്രാറ്റജി, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, അതായത് 9, 10, 11, 12 പിന്നെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും നമ്മൾ ക്ലാസ് എടുത്ത് കൊടുത്ത് അവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ ബോധവൽക്കരണം നടത്തിയത്. കാരണം ഈ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ഏരിയയിൽ 12,000 ഫാമിലിനെ അടുപ്പിച്ച ആള്, നമ്മൾ സ്കൂളിൽ 23,000-ഓളം കുട്ടികളുണ്ട്. അപ്പൊ കുട്ടികളെ മര്യാദയ്ക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവര് വീട്ടിലേക്ക് ഈ മെസ്സേജ് എടുത്ത് ചെല്ലാൻ പറ്റും. അതിന്റെ ബേസിൽ നമ്മൾ ക്ലാസ് എടുത്തത്. അതിനുശേഷം ആശാ വർക്കർ, കുടുംബശ്രീ അവർക്ക് ട്രെയിനിങ് കൊടുത്ത്, ഡോക്ടർമാർക്ക് ട്രെയിനിങ് കൊടുത്ത്, പിന്നെ പല MEC7 അവിടെ പുത്തൂരുണ്ടായിരുന്നു, അവർക്കും ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഡയറക്ട്ലി ഇതില് സബ്ജക്റ്റിൽ കിടക്കാണ്. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പുതിയ ക്യാൻസറുകൾ വരുന്നത്. ഇന്ത്യയിൽ തന്നെ, ഇത് പറയുന്നത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളിടയ്ക്ക് ക്യാൻസർ കൂടി വരുന്നത്, അല്ലാതെ ഒരിക്കലും പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ഓവർ കോൺഷ്യസ് ആവാനോ അല്ല. ഒന്ന്, ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ കൂടി വരുന്നത്. 2, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഇൻസിഡൻസ് ഉള്ളത് കേരളത്താണ്. 266 അതിന്റെ കണക്ക്. 266 per 100,000 പോപ്പുലേഷൻ എന്ന് പറയും. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പുതിയ ക്യാൻസർ വരുന്നത് മലപ്പുറത്തും പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലുമാണ്. അപ്പം ഏറ്റവും കൂടുതൽ ക്യാൻസർ മലപ്പുറത്ത് പറയുമ്പോഴേക്കും 52% ക്യാൻസേഴ്സും വരുന്നത് ബ്രസ്റ്റ് ക്യാൻസറും സെർവൈക്കൽ ക്യാൻസറുമാണ്, അതായത് ഫീമെയിൽ ക്യാൻസേഴ്സ് ആണ്. ഈ ഫീമെയിൽ ക്യാൻസർ വരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ യങ് പേഷ്യൻസ് അല്ല, ഒരു 45-50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഈ ഭക്ഷണം, സിഗരറ്റ്, ജീവിതശൈലി എന്ന് പറയുന്ന ഒന്നും അപ്ലിക്കബിൾ അല്ല അവർക്ക്. കാരണം അവരൊന്നും റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നില്ല, സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരല്ല. നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന നിങ്ങളമ്മമാര്, വല്യമ്മമാരാണ്. അതുപോലെ തന്നെ അവരൊന്നും ഒരു ദുഷ്ഭാവം ഇല്ലാത്ത ആൾക്കാരായിരുന്നു. അങ്ങനെ ഇരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്യാൻസർ കൂടുന്നത്? അത് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് ക്യാൻസർ കൂടാൻ കാരണം എന്താണ്? അത് മാത്രല്ല, ഇന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം 2030 ആവുമ്പോഴത്തേനും ഈ ക്യാൻസർ ഇൻസിഡൻസ് 5 തവണ കൂടാൻ പോവാണ്. അപ്പം ഇതിൽ നമ്മൾ കുറച്ച് ബോധവൽക്കരണം നിർബന്ധമാണ്. സാധാരണ ഉള്ള ബോധവൽക്കരണത്തിൽ നിന്ന് മാറിയിട്ട് വേറെ കുറെ കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാനുണ്ട്. അതായിരിക്കും ഞാൻ ഇന്ന് ക്ലാസ്സിലെ സബ്ജക്റ്റ് ആയിരിക്കും. ഒന്ന്, ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് തന്നെ സംസാരിക്കും. കാരണം നമ്മളെ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്ന സാധനം പെർട്ടിക്കുലർ പോപ്പുലേഷനെയാണ് ബാധിക്കുന്നത്. അതായത് ലൈഫിൽ സോഷ്യൽ എക്കോണമിക് സ്റ്റേറ്റസ് ഇംപ്രൂവ് ആയ ആൾക്കാർ ആരൊക്കെയാണ്? അവര് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, IT വർക്കേഴ്സ്, എംപ്ലോയീസ്, ടീച്ചേഴ്സ്. അതായത് 9 to 8, 9 to 5 ജോലി ചെയ്യുന്ന ഒരു സമൂഹം, അതായത് ഒരു മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് ആണ്. അപ്പൊ മെജോറിറ്റി ഓഫ് ദ കിഡ്സ്, നമ്മളെ ഉദ്ദേശിച്ച് നമ്മളെ മക്കളൊക്കെ ആ സ്റ്റേജിൽ പെട്ട ആൾക്കാർ. നമ്മളിപ്പം ലോ എക്കോണമിക് സ്റ്റേറ്റസ് ആയാൽ പോലും നമ്മളെ മക്കളൊക്കെ ഹയർ എക്കോണമിക് സ്റ്റേറ്റസിലുള്ള ആൾക്കാരായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ബോധം ഉണ്ടാവുക വളരെ നിർബന്ധമാണ്. ഒന്ന്, എന്തുകൊണ്ടാണ് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള കാരണം? ഒന്ന്, നേരത്തെ പ്രായപൂർത്തിയാവുക. 2, പ്രസവം ഇല്ലാതിരിക്കുക, കുട്ടികൾ 1 അല്ലെങ്കിൽ ഇല്ലാതിരിക്കുക. 3, മുലപ്പാല് കൊടുക്കാതിരിക്കുക. 4, ഓറൽ കോൺട്രസെപ്റ്റീവ് പില്ലെടുക്കുക, അതായത് പീരീഡ് വരാതിരിക്കാനുള്ള പില്ലെടുക്കുക. 5, തടി കൂടുക. 6, സിഗരറ്റ്, ദാറു എന്തെങ്കിലും എടുക്കുക. 7, ജീവിതശൈലി. 8, ഹെറിറ്ററി കാരണം, അതായത് പാരമ്പര്യമായിട്ട് വരുന്ന കാരണം.
നമ്മളിപ്പോ ക്യാൻസർ പറഞ്ഞാലും ഇത് പാരമ്പര്യമാണ് എന്നുള്ള ഒരു മൈൻഡാണ് എല്ലാവർക്കും. ജനറ്റിക് ആണ്, പാരമ്പര്യമാണുള്ളതാണ് എല്ലാവരും മൈൻഡിൽ വരുന്നത്. പക്ഷെ വെറും 5% ക്യാൻസേഴ്സ് മാത്രമേ ഉള്ളൂ പാരമ്പര്യമായിട്ട് വരുന്നത്. ബാക്കി 95% ക്യാൻസേഴ്സും ലൈഫ് സ്റ്റൈൽ കാരണം വരാനുള്ളതാണ്. അപ്പം നേരത്തെ പ്രായപൂർത്തിയാവുന്നത് ഒരു കുട്ടി 8 വയസ്സ് 7 വയസ്സ് 9 വയസ്സാകുമ്പോൾ ആ കുട്ടിക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരുടെ ശരീരം റെഡിയല്ല. ആ സമയത്ത് തന്നെ പ്രായപൂർത്തി ആയി വന്നാൽ അവർക്കിത് എന്തുകൊണ്ട് എങ്ങനെ ചെയ്യണം, എന്തുകൊണ്ട് പെട്ടെന്ന് ഇത്രയും മാറ്റങ്ങൾ വന്നു അത് അവർക്ക് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. മാനസികമായിട്ട് അവർ വളർന്നിട്ടില്ല. അപ്പൊ തന്നെ അവർ ചൂഷണത്തിന് വഴിയാവാണ്. ഇപ്പം ഈ സബ്ജക്ട് അവിടെ ഇരിക്കട്ടെ, ഞാൻ വേറൊരു സബ്ജക്റ്റിൽ പോവാണ്. നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഭക്ഷണ ശൈലി എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് ഐഡിയ ഇല്ല. ഭക്ഷണം എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ ഷുഗർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഷുഗറാണ് മേജർ കണ്ടന്റ്, കാർബോഹൈഡ്രേറ്റ് എന്ന് പറയും. ഈ ഷുഗർ എന്ന് പറയുന്നത് ചായയിലിടുന്ന പഞ്ചസാര മാത്രമല്ല, നമ്മൾ അരി ഭക്ഷണം ആയിക്കോട്ടെ, ബിസ്ക്കറ്റ് ആയിക്കോട്ടെ, ചോക്ലേറ്റ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, ഉരുളക്കിഴങ്ങ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഈത്തപ്പഴം ആയിക്കോട്ടെ, എല്ലാത്തിലും കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അതില്ലാതെ നമ്മൾ ഭക്ഷണമില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മളെ ലിവറിലായിരിക്കും ആദ്യം പോവുക. ലിവറാണ് നമ്മൾ കഴിച്ച ഭക്ഷണത്തിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതിൽ മേജർ ആയിട്ടുള്ള ഓർഗൻ എന്ന് പറയുന്നത് റെഡ് ബ്ലഡ് സെൽസ് ആണ്. RBC എന്ന് പറയുന്ന ഓർഗനാണ്. ഈ റെഡ് ബ്ലഡ് സെൽസ് ആണ് നമ്മൾ ഓക്സിജൻ ശരീരത്തിൽ എല്ലായിടത്തും കൊടുക്കുന്നത്. ഈ റെഡ് ബ്ലഡ് സെല്ല് ഓക്സിജൻ കൊടുത്താൽ മാത്രമാണ് ബാക്കിയുള്ള ശരീര അവയവങ്ങൾ മര്യാദയ്ക്ക് ഫംഗ്ഷൻ ചെയ്യുള്ളൂ. ഏതെങ്കിലും കാരണം കൊണ്ട് ഈ റെഡ് ബ്ലഡ് സെൽസ് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്സിജൻ കിട്ടൂല. അപ്പം ഈ റെഡ് ബ്ലഡ് സെല്ല് ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഫ്യൂവൽ, അതിന് എനർജി കിട്ടുന്നത് ഗ്ലൂക്കോസിൽ നിന്ന് മാത്രമേ കിട്ടൂ. അത് ഷുഗർ നിർബന്ധമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആരും ഭക്ഷണം കഴിക്കാതിരുന്നാൽ നമ്മളെ ലിവർ ഷുഗർ പുതിയതായിട്ട് ഉണ്ടാക്കി ബ്ലഡിൽ പറഞ്ഞേക്കും. അപ്പൊ പറയുന്നില്ല ആൾക്കാർ, ഞാൻ ഭക്ഷണം വളരെ കുറവാണെന്ന് പറയും, പക്ഷെ എന്നാലും ഷുഗർ കൂടും. ബിക്കോസ് ഷുഗർ എസെൻഷ്യലാണ്, നിർബന്ധമാണ്. പക്ഷെ ഷുഗർ ഒരു അളവിൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. 4.5 മുതൽ 5.5 ഉണ്ടാവാൻ പാടുള്ളൂ. അതിന് കൂടിക്കഴിഞ്ഞാലോ കുറഞ്ഞു കഴിഞ്ഞാലോ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തുകൊണ്ട് പ്രശ്നം ഉണ്ടാവും? കാരണം ഈ ഓക്സിജൻ ശരീരത്തിൽ മര്യാദയ്ക്ക് എത്തൂല. അതുകൊണ്ടാണ്. ഷുഗർ കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ റെഡ് ബ്ലഡ് സെല്ല് നമ്മൾ ഉപ്പിലിട്ട നാരങ്ങ പോലെ മാറാൻ തുടങ്ങും, ഡിഫോം ആയി പോകും. അപ്പം ഓക്സിജൻ മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഓക്സിജൻ റെഡ് ബ്ലഡ് സെല്ല് ലങ്സിൽ നിന്ന് ഓക്സിജൻ എടുത്തിട്ട് കാലിൽ അറ്റത്തേക്ക് എത്തുമ്പോഴത്തേനും നെർവ് ഫംഗ്ഷൻ ആവാതെ പോകുന്നത്, കാരണം ഓക്സിജൻ ഇല്ലാതായി പോകുന്നത്. അതുപോലെ തന്നെ ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാലും ബ്രെയിനിലോട്ട് ഓക്സിജൻ എത്തുന്നില്ല. അപ്പോഴത്തേക്കും നമുക്ക് ബോധം കെട്ട് വീഴുന്നു. ഇത് പറയാനുള്ള കാരണം, ഇത് ഇത്രയും കൃത്യമായിട്ട് നിയന്ത്രിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തുകൊണ്ട് ഈ ഹോർമോൺസ് കൂടുന്നു, ഈ ഗ്ലൂക്കോസ് കൂടുന്നു, ഷുഗർ നമ്മുടെ ശരീരത്തിൽ പെർട്ടിക്കുലർ ഹോർമോൺസ് ഉണ്ട്. അത് നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നമ്മുടെ ശരീരത്തിൽ ബ്ലഡിലുള്ള ഷുഗറിനെ കൂട്ടാൻ പ്രേരിപ്പിക്കും. ആ ഹോർമോൺസ് ആണ് കോർട്ടിസോൾ, തൈറോയ്ഡ് ഹോർമോൺ, ടെസ്റ്റോസ്റ്റിറോൺ. അത് പൊതുവെ ഈ സമയത്താണ്, രാവിലെ ഫജറിന് മുമ്പ് ഇത് കൂടാൻ തുടങ്ങും. ഒരു 7-8:30 ആവുമ്പോൾ പീക്കിലാവും. പിന്നെ 10 മണിക്ക് മുമ്പ് അത് താഴോട്ട് വരും. അതുകൊണ്ടാണ് ആരെങ്കിലും തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ, കോർട്ടിസോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ രാവിലെ പോയി ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. കാരണം ആ സമയത്താണ് കൂടുക. ആ സമയത്താണ് ഇങ്ങനത്തെ ഫംഗ്ഷൻ ചെയ്യുക. അതായത് നിങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാണ്, രാവിലെ എണീച്ചിട്ട് ആരും ബിരിയാണി കഴിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. അങ്ങനെ നിലനിർത്താനുള്ള കാരണം ഈ ഹോർമോൺസ് ആണ്. ഈ ഹോർമോൺസ് ഈ സമയം അല്ലാതെ ബാക്കി ഏതെങ്കിലും സമയത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കൂടിക്കഴിഞ്ഞാൽ അത് അസുഖം ഉണ്ടാകും. അത് പെണ്ണുങ്ങളിൽ കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക? പീരീഡ് തെറ്റും, തടി കൂടും. അതായത് തടി കൂടാനുള്ള കാരണം മൊബിലൈസ് ചെയ്യുക ചെയ്യും. നമ്മുടെ ശരീരം സ്റ്റോർ ചെയ്ത ഫാറ്റിനെയും ഷുഗറിനെയും മൊബിലൈസ് ചെയ്യുക ചെയ്യുന്നത്. അത് എങ്ങനെയാണ് നോർമലി കൂടുന്നത്? ഈ കോർട്ടിസോളും ടെസ്റ്റോസ്റ്റെറോണും തൈറോയ്ഡും ശരീരത്തിൽ എങ്ങനെയാണ് കൂടുന്നത്? നമ്മൾ രാത്രി ഉറങ്ങുമ്പോഴത്തേനും നമ്മളെ കണ്ണില് ലൈറ്റ് പോകുന്നില്ല. കണ്ണില് ബ്രെയിനിൽ നിന്ന് മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്, അത് വരുന്നില്ല, അത് കൂടുന്നുണ്ട്. വെളിച്ചം പോവാത്തത് കൊണ്ട് മെലറ്റോണിൻ കൂടുന്നുണ്ട്. നമ്മളെ ശരീരത്തിലെ ഈ കോർട്ടിസോൾ, തൈറോയ്ഡ് ഹോർമോൺ, ടെസ്റ്റോസ്റ്റെറോൺ ഏറ്റവും താഴെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോഴാണ് നമുക്ക് ഉറങ്ങാൻ പറ്റും. ഏതെങ്കിലും സമയത്ത് നമ്മൾ കുട്ടികളെ വെളിച്ചത്തിൽ പ്രേരിപ്പിച്ച, അതായത് നിങ്ങൾ മൊബൈലോ ഫോണോ നൈറ്റ് സ്റ്റഡിയോ നൈറ്റ് ഡ്യൂട്ടിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഈ ഹോർമോൺസ് കൂടും. കോർട്ടിസോളും തൈറോയ്ഡ് ഹോർമോൺ, ടെസ്റ്റോസ്റ്റെറോൺ കൂടും. ഓട്ടോമാറ്റിക്കലി കൂടുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് നിങ്ങൾ പ്രഗ്നൻസി, അതായത് നിങ്ങൾ പീരിയഡ് തെറ്റും. പീരിയഡ് എന്തിനാ തെറ്റുന്നത്? ആ കുട്ടി പ്രഗ്നന്റ് ആവാനുള്ള സമയം ആയിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ആ കുട്ടീന്റെ ശാരീരികമായിട്ട് റെഡി അല്ല എന്നുള്ളത് കൊണ്ടാണ് പീരിയഡ് തെറ്റുന്നത്. അപ്പം നമ്മൾ ഈ സാധനമാണ് നമ്മൾ കുട്ടികൾ ജനിച്ചത് മുതൽ നമ്മളത് എക്സ്പോസ് ചെയ്യുന്നത്. കുട്ടികൾ രാത്രി ഉറങ്ങുന്ന സമയത്തിന്
നമ്മൾ ഫോണ് ലൈറ്റ് എക്സ്പോഷർ കൂടുന്നുണ്ട്, ഈ കോർട്ടിസോൾ ഹോർമോൺസ് കൂടുന്നുണ്ട്. അപ്പം ചെറുപ്പം തൊട്ടേ ഈ കുട്ടികളെ തടി കൂടാൻ തുടങ്ങണം. നമ്മൾ ഭക്ഷണം കുറച്ച് കൊടുത്താൽ പോലും ഈ കുട്ടികളെ തടി കൂടാൻ തുടങ്ങണം. രണ്ടാമത്, ഒരു കുട്ടി ജനിച്ച ഉടനെ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു 2 മാസം മുലപ്പാൽ കൊടുത്തിട്ട് അതിനുശേഷം നമ്മൾ ലാക്ടോജൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ പോകണം. ഏത് സമയത്തും എക്സോജീനസ് ആയിട്ട് ഒരു ഗ്രോത്ത് ഫാക്ടർ ശരീരത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിനിൽ നിന്ന് ഹൈപ്പർ സിമുലേഷൻ ഉണ്ടാവും. അതായത് ഗൊണോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺസ് ബ്രെയിനിൽ നിന്ന് റിലീസ് ആവാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ ലാക്ടോജൻ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഗ്രോത്ത് ബൂസ്റ്റ് മൈലോ ഇതൊക്കെ കൊടുക്കുമ്പോൾ അതിൽ ഫോർട്ടിഫൈഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടാവും. അത് കഴിക്കുമ്പോൾ ഈ കുട്ടിക്ക് പ്രായപൂർത്തി നേരത്തെ ഉണ്ടാവുന്നുണ്ട്. ഇതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞു, കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഗ്ലൂക്കോസ് ആയിട്ട് ശരീരം വലിച്ചെടുക്കുകയാണ്. ഡിഫറൻസ് വരുന്നത് ഗ്ലൈസിമിക് ഇൻഡെക്സിലാണ്. ഫോർ എക്സാമ്പിൾ, ഈ പഴയ പണ്ടത്തെ പാലക്കാട് മട്ടാരി, ആ മട്ടാരി എന്ന് പറയുമ്പോൾ അതിൽ ഫൈബർ ഉണ്ടാവും, കൂടുതൽ ഫൈബർ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കുമ്പോൾ അതിൽ നിന്നുള്ള ഷുഗർ ശരീരം വലിച്ചെടുക്കാൻ അരമണിക്കൂറിന് കൂടുതലാവും. അതേ സമയത്ത് നിങ്ങൾ പോളിഷ്ഡ് റൈസ് ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ചോക്ലേറ്റ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജ്യൂസ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഷുഗർ ചിലപ്പോൾ 2-3 മിനിറ്റ് കൊണ്ട് ശരീരം വലിച്ചെടുക്കും. അതുകൊണ്ടാണ് ഈ എക്സ്ട്രാ ഷുഗർ ഒക്കെ വേഗം ഫാറ്റ് ആയിട്ട് മാറി ശരീരത്തിൽ സ്റ്റോർ ആവുന്നത്. അപ്പൊ നമ്മളെ കുട്ടിയൊക്കെ ജനിച്ചത് മുതൽ നമ്മൾ 45 പ്രിപ്പറേഷൻസ് കൊടുക്കുന്നുണ്ട്, സെറ്റലാക്ക് മുതൽ ബൂസ്റ്റ് മുതൽ. അത് കഴിഞ്ഞിട്ട് ഒരു 2 വയസ്സാകുമ്പോൾ ചോക്ലേറ്റ് കൊടുക്കാൻ പോകുന്നുണ്ട്, പ്രിങ്കിൾസ് കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മൾ അരി ഭക്ഷണങ്ങൾ അധികമായിട്ട് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ ഈ പാക്കറ്റഡ് ഫുഡിലൊക്കെ പ്ലാസ്റ്റിക് ഉള്ള എല്ലാ സാധനത്തിലും ബൈഫിനോൾസ് പറഞ്ഞ ഒരു കെമിക്കൽ ഉണ്ട്. ആ കെമിക്കൽ എപ്പോഴും എന്തിലാണോ പാക്കായിട്ട് അതിൽ മിക്സ് ആയിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പ്രിങ്കിൾസ് ആണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പ്രിങ്കിൾസിന്റെ പാക്കറ്റിൽ, ആ ബിസ്ക്കറ്റിൽ എപ്പോഴും, ആ ചിപ്സിൽ എപ്പോഴും ഈ ബൈഫിനോൾസ് ഉണ്ടാവും. നിങ്ങൾ വാട്ടർ ബോട്ടിലിൽ ചൂടുവെള്ളം ഒഴിച്ച് കൈ കൊടുക്കുമ്പോൾ പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ ബൈഫിനോൾസ് കലർന്നുകൊണ്ടിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. ഇതാണ് നമ്മൾ ജനിച്ചത് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നത്. അത് ബർത്ത്ഡേ മുതൽ എല്ലാത്തിനും നമ്മൾ ചോക്ലേറ്റ് ആണ് കൊടുക്കുന്നത്. ചുരുക്കി പറയാണ്, നമ്മളോട് എക്സാജറേറ്റ് ആണ്. അപ്പൊ എന്താ സംഭവിച്ചാൽ നമ്മൾ ഫ്രം ബർത്ത് നമ്മൾ ഒരു എൻവിറോൺമെന്റ് പല കാരണം ഉണ്ടാക്കി വെക്കുകയാണ്. എങ്ങനെ അവർ തടി കൂടാനും അവരുടെ ശരീരത്തിലെ ഇങ്ങനത്തെ സ്ട്രെസ് ഹോർമോൺസ് കൂടാനും, അത് കാരണം ഇവരെ ഗ്രോത്ത് ഹോർമോൺസ് കൂടാനും, അത് കാരണം നേരത്തെ പ്രായപൂർത്തി ഉണ്ടാവാനും. പ്രായപൂർത്തി ഉണ്ടാവുന്നതിന്റെ മീനിങ് എന്താണ്? ഇവരുടെ ശരീരത്തിൽ പീരിയഡ്സ് കൂടിക്കൊണ്ടേയിരിക്കും, കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കും. എത്ര കൂടുതലാണോ പീരിയഡ് ഉണ്ടാവുന്നത് അത്രയും കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസറിന്റെ റിസ്ക് കൂടും. അതുകൊണ്ടാണ് ലോകത്ത് തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മോസ്റ്റ് കോമൺ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ, ഓവറിയൻ ക്യാൻസർ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ക്യാൻസേഴ്സ് വരുന്നത്. പിന്നെ ഈ കുട്ടികള് ഒരു 8 വയസ്സ് പ്രായപൂർത്തിയായി സ്കൂളിൽ പോകുമ്പോൾ എന്താ സമയം? സ്ട്രെസ്, കോൺസ്റ്റന്റ് സ്ട്രെസ് ആണ്. രാവിലെ എണീക്കുന്നുണ്ട്, പിന്നെ രാത്രി 11-12 മണിക്കാണ് അവർ ഉറങ്ങാൻ പോകുന്നത്. അത്രയും എക്സ്പോസ് ആകുമ്പോൾ ഇവരുടെ ശരീരത്തിലുള്ള ബേസ് ലൈൻ കോർട്ടിസോൾ ലെവൽ കൂടുതലാവുമ്പോൾ ഇവർക്ക് 28 ദിവസം വരുന്ന പീരീഡ് 30 ആവും, പിന്നെ 32 ആവും, പിന്നെ 38 ആവും. ഇങ്ങനെ ഗ്രാജുവലി കൂടിപ്പോകും. അതിന്റെ ഔട്ട്കം എന്താന്ന് വെച്ചാൽ ഈ കുട്ടികൾ 11 വയസ്സാവുമ്പോഴത്തേനും ഇവരെ ഓവറിൽ ആദ്യത്തെ സിസ്റ്റ് വരാൻ തുടങ്ങും. ആദ്യത്തെ സിസ്റ്റ് വന്നാൽ എന്താ സംഭവിക്കുക? ആ സിസ്റ്റിന്റെ കവറിൽ നിന്ന് ഈസ്ട്രോജൻ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഒരു സാധാ കുട്ടിയും ഒരു സിസ്റ്റുള്ള കുട്ടീനും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റുള്ള കുട്ടിയുടെ ഈസ്ട്രോജൻ നോർമലിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും, ബേസിൽ കുറച്ച് കൂടുതലായിരിക്കും. ഇതിങ്ങനെ കണ്ടിന്യൂ ആയി കഴിഞ്ഞാൽ ഒരു 15 വയസ്സാകുമ്പോഴത്തേനും 3 സിസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ ബേസ് ലൈൻ ഈസ്ട്രോജൻ ലെവൽ കൂടുതലായിരിക്കും ഉണ്ടാവുക. ഈ കുട്ടികൾ നമ്മൾ ഡൽഹിയിലുള്ള അനുഭവമാണ്. ഫസ്റ്റ് ഇയറിൽ വരുന്ന കുട്ടികളെ ക്രോസ് സെക്ഷനിൽ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ ഓവറിൽ മൾട്ടിപ്പിൾ സിസ്റ്റ് ഉണ്ടാവും, മൾട്ടിസിസ്റ്റിക് ഡിസീസ്. അത് പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസിന് മുമ്പത്തെ അവസ്ഥയാണ്. അപ്പം ഇവർക്ക് എപ്പോഴും ശാരീരികമായിട്ടുള്ള പ്രശ്നം, പീരിയഡുള്ള പ്രശ്നം നിർബന്ധമാണ്. ഇത് നമ്മൾ 18 വയസ്സാവുന്നതിന് മുമ്പ് തന്നെ ഇത്രയും വലിയ അവസ്ഥയിൽ നമ്മൾ എത്തിക്കാൻ, അത് തുടങ്ങുന്നത് ജനിച്ചത് മുതൽ അതിന്റെ പ്രോസസ് തുടങ്ങുക ചെയ്യുന്നത്. ഇത് കണ്ടിന്യൂസ് ആയി പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ വെയിറ്റ് ഗെയിന്, ഫുഡ് കഴിച്ചില്ലെങ്കിൽ പോലും ഇവരുടെ ശരീരം കൂടിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഈ കുട്ടികൾ 25-ന് മുമ്പ് കല്യാണം കഴിക്കാൻ പറ്റില്ല, 25-ന് മുമ്പ് പ്രസവിക്കുകയില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കല്യാണം വേണ്ടെന്ന് പറയുന്നത്. 30 വയസ്സിന് ശേഷമാണ് ആദ്യത്തെ പ്രഗ്നൻസി ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ പ്രഗ്നൻസി ഇറ്റ് സെൽഫ് ക്യാൻ കോസ് ക്യാൻസർ. അതായത് പ്രഗ്നൻസിയും ബ്രസ്റ്റ് ഫീഡിങ്ങും പ്രൊട്ടക്റ്റീവ് ആണ് പൊതുവെ. പക്ഷെ 30 വയസ്സിന് ശേഷമാണ് ആദ്യത്തെ പ്രഗ്നൻസി ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ പ്രഗ്നൻസി തന്നെ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടും. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ബ്രസ്റ്റ് ക്യാൻസർ ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ വീടുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് പറയാൻ കാരണം 2030 ആകുമ്പോഴത്തേന് 5 തവണ കൂടാൻ പോവാണ്. ഇന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം 5 പെണ്ണുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് ക്യാൻസർ വരികയും 9 പെണ്ണുണ്ടെങ്കിൽ ഒരാൾ ക്യാൻസറിൽ മരണപ്പെടുകയും ചെയ്യും. നമ്മൾ ഇനി അതൊന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. ആണുങ്ങളിൽ എന്താ സംഭവിക്കുന്നത്?
ആണുങ്ങളിൽ വരുന്ന ക്യാൻസേഴ്സിൽ ഓറൽ ക്യാൻസർ, ത്രോട്ട് ക്യാൻസർ, ഈസോഫേഗൽ ക്യാൻസർ, സ്റ്റൊമക് ക്യാൻസർ, കോളോറക്ടൽ ക്യാൻസർ, ലങ് ക്യാൻസർ, അതായത് ശ്വാസം വലിക്കുന്ന ഏരിയയിലുള്ള ക്യാൻസർ, ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥയിലുള്ള ക്യാൻസറാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. ഇതിൽ ഡെഫിനറ്റ്ലി ഇപ്പം ട്രെൻഡ് എന്ന് വെച്ചാൽ ഹുക്കാണ്. ഞാനിവിടെ കോട്ടക്കല്ല് ചായ കുടിക്കാൻ വേണ്ടി കഫേ കയറിയപ്പോൾ അവിടെ ഹൂക്ക ഫാമിലി ആയിട്ട് ഇരുന്ന് വലിക്കുക ചെയ്യുന്നത്. അതായത് 3 വയസ്സുള്ള കുട്ടി മുതൽ 16 വയസ്സുള്ള കുട്ടികൾ മുതൽ അവർ ഫാമിലി ആയിട്ട് 3 ഫാമിലി ഇരുന്ന് ഹുക്ക വലിക്കുക ചെയ്യുന്നത്. അപ്പൊ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഹുക്ക വലിക്കുന്നത്? അവരെ റെസ്പോൺസ് എന്ന് വെച്ചാൽ ഇത് വാട്ടർ വേപ്പറാണ്, ഇതിലൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ സിഗരറ്റിനെക്കാളും ഏറ്റവും കൂടുതൽ കാർസിനോജൻസ്, ക്യാൻസർ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസ് ലങ്ങിന്റെ അൽവിയോൾ ഡയറക്റ്റായിട്ട് എത്തിക്കുന്നത് ഈ ഹുക്കാണ്. കാരണം ഓരോ വലിയിലും അത്രയും പഫ് നമ്മൾ അകത്തോട്ട് കയറ്റാണ്. അത് മാത്രമല്ല, ഈ ഹുക്കയിൽ വെറും ടൊബാക്കോയിൽ തന്നെ ഉള്ളൂ, ബാക്കി എല്ലാ കാർസിനോജൻസും അവിടെ ഉണ്ട്. ഈ കാർസിനോജൻസ് ആണ് നമ്മളെ കുട്ടിയേക്ക് 3 വയസ്സ് മുതൽ എക്സ്പോസ് ചെയ്യുന്നത്. മാതാപിതാക്കൾ വലിക്കുന്നുണ്ട്, അത് നമ്മളെ കുട്ടികളോട് എക്സ്പോസ് ചെയ്യാം. ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും വലിച്ചാൽ ലങ് ക്യാൻസർ മാത്രമേ ഉണ്ടാവും എന്നുള്ളതാണ് എല്ലാവരും മൈൻഡിലുള്ളത്. പക്ഷേ ബ്ലഡ് എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ ഈ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ക്യാൻസേഴ്സ്, ഓറൽ ക്യാൻസർ, ത്രോട്ട് ക്യാൻസർ, ലങ് ക്യാൻസർ, ബ്ലാഡർ ക്യാൻസർ, പീനിയൽ ക്യാൻസർ എല്ലാം സിഗരറ്റ് കാരണം വരാൻ പറ്റും, ഹൂക്ക കാരണം വരാൻ പറ്റും. അതുപോലെ തന്നെ കള്ളു കുടിച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മൾ ലിവർ ക്യാൻസർ. അതെന്തുകൊണ്ടാണ് വരുന്നത്? കള്ളിൽ കൂടുതൽ കാലറീസ് ഉണ്ട്. ആ കാലറീസ് ഒക്കെ ഫാറ്റ് ആയിട്ട് ലിവറിൽ സ്റ്റോർ ആവുന്നത് കൊണ്ടാണ് ഫാറ്റി ലിവർ വരുന്നതും ഫാറ്റി ലിവറിൽ നിന്ന് ലിവർ സൈറോസിസ് ആവുന്നതും ലിവർ ക്യാൻസർ വരുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ കള്ള് കുടിക്കാതെ ലിവർ ക്യാൻസർ ഉണ്ടാക്കാനുള്ള കാരണം നമ്മൾ കഴിക്കുന്ന എല്ലാ കാർബോഹൈഡ്രേറ്റും ഫാറ്റ് ആയിട്ടും സ്റ്റോർ ആവാം. നമ്മൾ കഴിക്കുന്ന ഓരോ അരി ഭക്ഷണം ഫാറ്റ് ആയിട്ട് സ്റ്റോർ ആവാം. എക്സസീവ് ഫാറ്റ് ആയി കഴിഞ്ഞാൽ അത് കൊളസ്ട്രോൾ ആയിട്ട് സ്റ്റോർ ആവും. അല്ലാതെ ഇറച്ചി തിന്നുന്ന കൊണ്ടോ ഫാറ്റ് തിന്നുന്ന കൊണ്ടോ അല്ല ഫാറ്റി ലിവർ ഉണ്ടാവുന്നത്. അപ്പം അതെന്തുകൊണ്ടാണ് പറയുന്നത്? ഈ നാട്ടില് 95% ആൾക്കാർക്കും 30 വയസ്സിന് മുകളിൽ അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഗ്രേഡ് ഓൺ ഫാറ്റി ലിവർ ഉണ്ടാവും. അത് മീനിങ് എന്ന് വെച്ചാൽ കള്ള് കുടിക്കാതെ കള്ള് കുടിച്ചവന്റെ അവസ്ഥയിലോട്ട് എത്താം. അതുകൊണ്ടാണ് മെഡിക്കൽ സയൻസിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം ട്രാൻസ്പ്ലാന്റ് മെഡിസിനാണ്, ലിവർ ട്രാൻസ്പ്ലാന്റ് മെഡിസിനാണ്. കാരണം ഒരു 10 years ഡൗൺ ദ ലൈൻ ഇപ്പൊ ഫാറ്റി ലിവറുള്ള ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ട്രാൻസ്പ്ലാന്റിന്റെ ആവുന്ന ആൾക്കാരായിരിക്കും, ട്രാൻസ്പ്ലാന്റ് ആവശ്യമുള്ള ആൾക്കാരായിരിക്കും. ഇതല്ലാതെ നമ്മൾ സാധാ നെഞ്ചരിപ്പ്, ഇതൊക്കെ ഞാൻ ജസ്റ്റ് മെസ്സേജ് ഇടാണ്, ഐ എം നോട്ട് ഗോയിങ് ടു ഡീപ്. നെഞ്ചരിപ്പുണ്ട്, ഗ്യാസിന്റെ കുഴി എടുക്കാതെ ആൾക്കാർ ഇവിടെ വളരെ കുറവായിരിക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ